നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഒരിക്കലെങ്കിലും യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും കോണ്ടംസ് എന്ന് പറയുന്നത്. അപ്പൊ കോണ്ടംസ് ആക്ച്വലി ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. പണ്ട് മുതൽക്ക് തന്നെ ആൾക്കാര് യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ കോണ്ടംസ് അഥവാ ഗർഭനിരോധന ഉറകൾ എന്ന് പറയുന്നത്. ആക്ച്വലി അത് മെയിൻ ആയിട്ട് രണ്ട് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഈ പറയുന്ന പോലെ ഗർഭനിരോധനത്തിന്, അതായത് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അണുബാധകൾ വരാതിരിക്കാൻ, തടയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ കോണ്ടംസ് ആദ്യം കണ്ടുപിടിച്ചത് എങ്ങനെ നമുക്ക് ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അണുബാധകളൊന്നും വരാതെ സേഫ് ആയിട്ടുള്ള സെക്ഷൽ ആക്ട് ചെയ്യാം എന്നുള്ള അതിനൊരു മെത്തേഡ് എന്നുള്ള രീതിയിലാണ് ശരിക്കും കോണ്ടംസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പിന്നെയാണ് അതിന് ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയും കൂടി തടയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവാം എന്നുള്ള പഠനങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോണ്ടംസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഉദാഹരണത്തിന് പ്രോപ്പർ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് നോക്കി പഠിച്ച് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു 98% വരെ ഇഫക്റ്റീവ് ആണ് ശരിക്കും പ്രഗ്നൻസി തടയാനായിട്ട്. 2% മാത്രമേ അതിന് ഫെയിലിയർ റേറ്റ് ഉള്ളൂ. അതായത് 100 പേര് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 പേർക്ക് മാത്രമേ ഒരു ഫെയിലിയറിന്റെ പ്രശ്നം ഉണ്ടായിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആവാൻ ചാൻസ് വരുന്നുള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പോലും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം അറിയില്ല, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് ഈ 2%-ൽ നിന്ന് 15%-ഓളം, അതായത് 15% വരെ കൂടും. അപ്പൊ അതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ്, ഇത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത്, സെക്ഷൽ കോണ്ടാക്റ്റിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇറക്ഷൻ വന്നു കഴിഞ്ഞ് ഉടനെ തന്നെയാണ് നമ്മൾ കോണ്ടംസ് വെയർ ചെയ്യേണ്ടത്. അത് പ്രോപ്പറായിട്ട് വെയർ ചെയ്യുകയും വേണം. യൂഷ്വലി കോണ്ടം നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിന്റെ പാക്കറ്റിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഉള്ള പേപ്പർ ഉണ്ടാവും. അത് നോക്കി മനസ്സിലാക്കി ആ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വേണം നമ്മൾ കോണ്ടംസ് അപ്ലൈ ചെയ്യാനായിട്ട്. കോണ്ടംസ് അതുപോലെ തന്നെ സിംഗിൾ യൂസ് ആണ്. അതായത് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞ കോണ്ടം ഒരിക്കലും റീയൂസ് ചെയ്യാൻ പാടില്ല. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പലരും ചോദിക്കാറുണ്ട്, 2 കോണ്ടംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടില്ലേ, അപ്പം പ്രഗ്നൻസിയെ കുറച്ചുകൂടെ പ്രിവെന്റ് ചെയ്യാമല്ലോ, ഫെയിലിയർ റേറ്റ് കുറയില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കോണ്ടംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ലിപ്പ് ചെയ്ത് പോകാനും അതുപോലെ പൊട്ടാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫെയിലിയർ റേറ്റും ആക്ച്വലി കൂടും. ഡബിൾ പ്രൊട്ടക്ഷൻ എന്നുള്ളതെന്ന് മാറി ഫെയിലിയർ റേറ്റ് ആക്ച്വലി കൂടും 2 കോണ്ടംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും എക്സ്പയറി ഡേറ്റ് നോക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കുന്ന മെഡിസിൻസ് പോലെ തന്നെ ഇതും ഒരു മെഡിക്കേറ്റഡ് പ്രോഡക്റ്റ് ആണ്. ഇതിനും ഒരു എക്സ്പയറി ഡേറ്റ്, ഒരു മാനുഫാക്ചറിങ് ഡേറ്റും ഒക്കെ അതിനകത്ത് തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം തീർച്ചയായിട്ടും ആ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്യാം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാം. അതുപോലെ തന്നെ ഇതിലും ഫെയിലിയർ റേറ്റും വരാം. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അതിനുള്ളിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നമുക്കൊരു റെഗുലർ കോൺട്രാസെപ്ഷൻ ആണ്, അതായത് ഇപ്പോൾ ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 4 വർഷത്തേക്ക് അടുത്ത കുഞ്ഞ് വേണ്ട, സ്പേസിങ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, ഒരു 2 ഇയേഴ്സ് എടുക്കും നമുക്ക് സെറ്റിൽ ചെയ്യാൻ, അങ്ങനെയുള്ളവർ കഴിയുന്നതും റെഗുലർ ആയിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടംസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ പറയുന്ന പോലെ 100 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ റെഗുലർ കോൺട്രാസെപ്ഷൻ വേണ്ടവര് കഴിയുന്നതും ഇത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. മാസത്തിൽ 1-2 വട്ടേ ഉള്ളൂ കോണ്ടാക്ട്, ആ സമയത്ത് മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും പറ്റിയ ഒരു കാര്യമാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പ്രഗ്നൻസി മാത്രമല്ല ഇത് പ്രിവെന്റ് ചെയ്യുന്നത്. നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അണുബാധകൾ ഉണ്ടാവും. സിഫിലിസ്, ഗൊണോറിയ, HIV പോലുള്ള അണുബാധകളും ശരിക്കും ഇത് കോണ്ടംസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള യൂസിൽ കൂടെ നമുക്ക് തടയാൻ പറ്റും. പക്ഷെ എല്ലാ അണുബാധകളും തടയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഹെർപ്പസ് പോലെയുള്ള ഇൻഫെക്ഷൻ, അതും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരാൻ പറ്റുന്നതാണ്. അത് ഒരിക്കലും നമുക്ക് കോണ്ടംസിന്റെ യൂസിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പലർക്കും ഉള്ള ഡൗട്ടാണ്, നമുക്ക് കോണ്ടംസിന്റെ കൂട്ടത്തില് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ജെല്ലീസോ ഓയിൽസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നുള്ളത്.
ശരിക്കും പറഞ്ഞാൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനവും നമ്മൾ കോണ്ടംസിന്റെ കൂടെ യൂസ് ചെയ്യാതിരിക്കുക. അത് ക്രീം ആയിക്കോട്ടെ, വാസ്ലിൻ ആയിക്കോട്ടെ, കോക്കനട്ട് ഓയിൽ, അങ്ങനത്തെ ഓയിൽസ് ആയിക്കോട്ടെ, കഴിയുന്നതും യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെയിലിയർ റേറ്റ് കൂടുതല, നമുക്ക് കോണ്ടംസിന്റെ ആക്ച്വൽ ഇഫക്റ്റ് കിട്ടത്തില്ല. പിന്നെ നമുക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് അവൈലബിൾ ആണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടംസിന്റെ കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ ചിലർക്ക് കോണ്ടം ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ കൊണ്ടോ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കേഷന്റെ പ്രിസർവേറ്റീവ്സ് ഒക്കെ കൊണ്ടോ അലർജി ഉണ്ടാവാം. അപ്പം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കോണ്ടംസ് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അലർജി നമുക്കൊന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അലർജിയുടെ മെയിൻ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി ഉണ്ടാക്കുന്ന സാധനം ഒഴിവാക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവരെ കോണ്ടംസ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടംസ് യൂസ് ചെയ്താലും നമുക്ക് ചിലപ്പം കാണാൻ പറ്റാത്ത ചെറിയ ബ്രേക്കുകളൊക്കെ ഉണ്ടായേക്കാം. അതുവഴി ചിലപ്പം സെമൻ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളപ്പോൾ കോണ്ടംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും പീരീഡ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 2% ഫെയിലിയർ റേറ്റ് ഉണ്ട്. അപ്പൊ പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്രഗ്നൻസിക്ക് ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കോണ്ടംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പക്ഷെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അതിനെ എത്രയും നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അതിന്റെ മാനേജ്മെന്റിന് നല്ലത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മെയിൽ കോണ്ടംസ് മാത്രമേ ഉള്ളൂ, ഫീമെയിൽസിന് അങ്ങനെ കോണ്ടംസ് ഒന്നും ഇല്ലേ? ആക്ച്വലി ഫീമെയിൽസിനും കോണ്ടംസ് അവൈലബിൾ ആണ്. ഫീമെയിൽ കോണ്ടംസ് നമ്മൾ പറയും. പക്ഷെ മെയിൽ കോണ്ടംസും ഫീമെയിൽ കോണ്ടംസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ കോണ്ടംസ് ആക്ച്വലി കുറച്ചുകൂടെ ചീപ്പറാണ്. അതായത് കാശ് കുറച്ചുകൂടെ കുറവാണ്, ചെലവ് കുറവാണ്. ഫീമെയിൽ കോണ്ടംസിന് കുറച്ചുകൂടി കാശ് കൂടുതലാണ്, കുറച്ചുകൂടെ ചെലവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മെയിൽ കോണ്ടംസ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. അതായത് ഏത് ചെറിയ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും കോണ്ടംസ് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഫീമെയിൽ കോണ്ടംസ് അത്രത്തോളം കോമൺ ആയിട്ട് അവൈലബിൾ ആവാനായിട്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ ആക്ച്വലി എഫക്റ്റീവ്നെസ് എടുത്തു നോക്കിയാലും മെയിൽ കോണ്ടംസിനാണ് കുറച്ചുകൂടി ഫീമെയിൽ കോണ്ടംസിനെക്കാട്ടിലും ഇഫക്റ്റ് ഉള്ളത്. ഫെയിലിയർ ഒക്കെ കുറച്ചുകൂടെ കൂടുതലാണ് ഫീമെയിൽ കോണ്ടംസിന്. മെയിൽ കോണ്ടംസ് ആണ് കോണ്ടംസിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ളത്. പിന്നെ ചില പാർട്ട്നേഴ്സിനാണെങ്കിൽ കോണ്ടംസേ ഉപയോഗിക്കുന്ന താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ ഫീമെയിൽ പാർട്ട്ണറിന് ഒരു പ്രൊട്ടക്ഷൻ വേണം, ഇൻഫെക്ഷനിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ വേണം, പ്രഗ്നൻസിയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ വേണം. പക്ഷെ വേറെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും അവർക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഫീമെയിൽ കോണ്ടംസ് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇതേപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അണുബാധകൾ തടയുകയും പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഫീമെയിൽ കോണ്ടംസും അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ പലർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പം കോപ്പർ ടീ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ. അതുപോലെ തന്നെ ഹോർമോൺ പിൽസ് ഫ്രീലി അവൈലബിൾ ആയിട്ട് ഫാമിലി പ്ലാനിങ് സെക്ഷനിൽ നിന്ന് കിട്ടും. അതുപോലെ കോണ്ടംസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണോ? ആക്ച്വലി ഗവൺമെന്റ് സപ്ലൈ ഉള്ള കോണ്ടംസ്, നിരോധം എന്നാണ് എൻ്റെ പേര്, അത് ഫ്രീലി അവൈലബിൾ ആണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം നിങ്ങൾക്ക് കാശ് മുടക്കാതെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടംസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ കോണ്ടംസ് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യമില്ല, വാങ്ങിക്കുന്നില്ല എന്നുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ കോൺടാക്ട് ചെയ്ത് കോണ്ടംസ് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോണ്ടംസ് സിംഗിൾ യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, ഒരിക്കലും രണ്ടെണ്ണം ഒരുമിച്ച് യൂസ് ചെയ്യാതിരിക്കുക, പ്രോപ്പറായിട്ട് അതിൻ്റെ ആ കൂടെ വരുന്ന പേപ്പർ നോക്കി കറക്റ്റായിട്ട് പ്രൊസീജിയർ നോക്കി യൂസ് ചെയ്യുക. പിന്നെ ഫെയിലിയറിന് എപ്പോഴും ഒരു ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിൽ വെക്കുക. അപ്പോൾ പീരീഡ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുക. ഇതൊക്കെയാണ് കോണ്ടംസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയും അതിനെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മുടെ ചാനൽ. അപ്പൊ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.